ദേവതമാരിൽ രാജ്ഞിയായിരുന്ന ഹീര വെറുത്തിരുന്ന ഒരു ശിശു ജീവിച്ചിരുന്നു. ഒരു ദിവസം ഈ കുഞ്ഞിനെ കൊല്ലുവാനായി 2 വൻ സർപ്പങ്ങളെ കുഞ്ഞു കിടക്കുന്ന തൊട്ടിലിന് സമീപത്തേക്ക് ഹീര അയച്ചു. ഉണർന്നെഴുന്നേറ്റ കുഞ്ഞ് ഒരു സർപ്പത്തെ വലത് കൈയിലും മറ്റേതിനെ ഇടത് കൈയിലുമായി തൂക്കിയെടുത്ത് ഞെരിച്ചു കൊന്നു. ഈ ആൺകുട്ടിയാണ് പിന്നീട് ഹെറാക്ലിസ് എന്ന പേരിൽ പ്രശസ്തനായത്. ലാറ്റിൻ ഭാഷയിൽ ഹെറാക്ലിസ് ഹെർക്കുലീസ് ആയി മാറി. സിയൂസ് ദേവൻ്റെയും ഭൂമിയിലെ ഒരു സ്ത്രീയായ അൽക്കമേനയുടെയും മകനായിരുന്നു ഹെർക്കുലീസ്. സിയൂസിന് ഒരു മനുഷ്യ സ്ത്രീയിൽ ജനിച്ച അവസാനത്തെ കുട്ടിയായിരുന്നു ഹെർക്കുലീസ്. ഹെർക്കുലീസിനോടുള്ള ഹീരയുടെ വെറുപ്പിന് പിന്നിൽ ഒരു കാരണമുണ്ട്. ഹീരയ്ക്ക് ഭാവി കാണാനുള്ള കഴിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹെർക്കുലീസ് ആരായിത്തീരുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. ഒരു അവിഹിതത്തിൽ ജനിച്ച പുത്രൻ തൻ്റെ മക്കളെക്കാൾ ശക്തനും മഹാനുമായി തീരുമെന്നത് ഹീരയ്ക്ക് അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹീര ഹെർക്കുലീസിൻ്റെ ജീവിതം ദുരിതപൂർണമാക്കിക്കൊണ്ടിരുന്നു. എന്നാൽ അതെല്ലാം അതിജീവിച്ചുകൊണ്ട് ഹെർക്കുലീസ് ശക്തനായി വളർന്നു. 20ാമത്തെ വയസ്സിൽ ഹെർക്കുലീസ് തെപ്സ് രാജാവായ ക്രിയോൺ രാജാവിൻ്റെ മകളായ മെഗാരയെ വിവാഹം കഴിച്ചു. ഇവർക്ക് കുട്ടികളുണ്ടായി. സന്തോഷത്തോടെ അവർ ജീവിച്ചു. എന്നാൽ ഹീരയുടെ പക അപ്പോഴും നിലനിന്നിരുന്നു. ഹീര തൻ്റെ ദൈവിക ശക്തി ഉപയോഗിച്ച് ഹെർക്കുലീസിൻ്റെ മനസ്സിൽ ഭ്രാന്താവസ്ഥ ഉണ്ടാക്കി. ഈ ഭ്രാന്താവസ്ഥയിൽ താനൊരു യുദ്ധത്തിൻ്റെ മധ്യത്തിലാണെന്ന് അയാൾക്ക് തോന്നി. ഇതിനെ തുടർന്ന് തൻ്റെ ഭാര്യയും കുട്ടികളും ശത്രുക്കളാണെന്ന് കരുതി. ഹെർക്കുലീസ് അവരെ ആക്രമിക്കുകയും ക്രൂരമായി കൊല്ലുകയും ചെയ്തു. ഭ്രാന്താവസ്ഥ മാറിയപ്പോൾ തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞ ഹെർക്കുലീസ് പശ്ചാത്താപ വിവശനായി ദേവന്മാരോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. ദൈവങ്ങൾ അവനോട് പ്രായശ്ചിത്തത്തിനായി ഒറാക്കിളിനെ സമീപിക്കാൻ നിർദ്ദേശിച്ചു. മെസീനയിലെ രാജാവായ യൂറിസ്റ്റിയസിനെ 12 വർഷം സേവിക്കാനും 12 മഹാപ്രവർത്തികൾ പ്രായശ്ചിത്തമായി പൂർത്തിയാക്കാനും ഒറാക്കിൾ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു. ഒറാക്കിളിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഹെർക്കുലീസ് യൂറിസ്റ്റിയസ് രാജാവിനെ കണ്ടു. പാപങ്ങൾക്ക് ശിക്ഷയായി അദ്ദേഹം ഹെർക്കുലീസിന് അസാധ്യമായ 12 കൃത്യങ്ങൾ നൽകി. ഹെർക്കുലീസിന് ലഭിച്ച ആദ്യ ദൗത്യം എമിയ മേഖലയിൽ താമസിക്കുന്ന സ്ത്രീ പുരുഷന്മാരെ ഭക്ഷിക്കുന്ന മെനിയൻ സിംഹത്തെ കൊല്ലുക എന്നതായിരുന്നു. ഹെർക്കുലീസ് മെനിയയിലേക്ക് കാൽനടയായി യാത്ര പുറപ്പെട്ടു. ഇത് കാടുകൾ, ഗുഹകൾ, മലനിരകൾ എന്നിവ കൊണ്ട് സമൃദ്ധമായ ഭൂപ്രദേശമായിരുന്നു. അവിടെയുള്ള സിംഹം ഒരു സാധാരണ സിംഹമായിരുന്നില്ല. ഒരു ആയുധത്തിനും തുളച്ചു കയറാൻ കഴിയാത്ത കട്ടിയുള്ള തൊലിയുള്ള ഒരു ഭീകര മൃഗമായിരുന്നു അത്. ഹെർക്കുലീസ് യാത്ര ചെയ്യുമ്പോൾ ഗ്രാമവാസികൾ അയാളോട് സിംഹത്തിൻ്റെ ഭീകരതയെക്കുറിച്ച് പറഞ്ഞു. ഒടുവിൽ അദ്ദേഹം സിംഹത്തിൻ്റെ കാൽപ്പാടുകൾ പിന്തുടർന്ന് മലനിരയിലുള്ള അതിൻ്റെ ഗുഹയ്ക്കരികിലെത്തി. അതിനുള്ളിൽ വിശ്രമിക്കുകയായിരുന്ന ആ ഭീകര സിംഹത്തിന് നേരെ ഹെർക്കുലീസ് അമ്പെയ്തു. ഹെർക്കുലീസ് തൊടുത്തുവിട്ട അസ്ത്രങ്ങളൊക്കെ ആ സിംഹം നിർവീര്യമാക്കിക്കൊണ്ടിരുന്നു. തുടർന്ന് സിംഹത്തെ ഹെർക്കുലീസ് വാളുകൊണ്ട് വെട്ടി. പക്ഷേ അതും തകർന്നുപോയി. സിംഹത്തെ പതിവ് ആയുധങ്ങൾ കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ഹെർക്കുലീസ് ശാരീരികമായ ശക്തി ഉപയോഗിച്ച് അതിനെ നേരിടാൻ തീരുമാനിച്ചു. ഗുഹയ്ക്ക് 2 പ്രവേശന കവാടങ്ങളുണ്ടായിരുന്നു. ഹെർക്കുലീസ് അവയിലൊന്ന് അടച്ചതിന് ശേഷം ഗുഹയിലേക്ക് പ്രവേശിച്ചു. തുടർന്നുണ്ടായ പോരാട്ടത്തിനൊടുവിൽ ഹെർക്കുലീസ് സിംഹത്തെ കഴുത്ത് ഞെരിച്ചു കൊന്നു. സിംഹത്തിൻ്റെ തോൽ ഉരിഞ്ഞെടുത്ത് അത് ഉടുത്തുകൊണ്ടാണ് ഹെർക്കുലീസ് പിന്നീട് നടന്നത്. ഹെർക്കുലീസിൻ്റെ അടുത്ത നിയോഗം ഹൈഡ്ര എന്ന ക്രൂരജീവിയെ കൊല്ലാനായിരുന്നു. ലെർണ എന്ന പ്രദേശത്തെ ഒരു ചതുപ്പിൽ ജീവിച്ചിരുന്ന ഹൈഡ്ര എന്ന ജീവിക്ക് 9 വിഷത്തലകളാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഏറ്റവും ഭീകരമായ സവിശേഷത ഒരു തല മുറിച്ചു മാറ്റിയാൽ അതിൻ്റെ സ്ഥാനത്ത് 2 പുതിയ തലകൾ വളരുമെന്നതായിരുന്നു. ഹൈഡ്രയുടെ വിഷം അതിശക്തമായിരുന്നു. അതിൻ്റെ ശ്വാസം പോലും ഹാനികരമായിരുന്നു. അത് സമീപിച്ച ഏത് സ്ഥലത്തും നാശം വിതച്ചിരുന്നു. മൃഗങ്ങളും മനുഷ്യരും അതിൻ്റെ ഇരകളായി. ഇത് നിരവധി ഗ്രാമവാസികൾക്ക് ഒരു വലിയ ഭീഷണിയായി മാറി. ഹെർക്കുലീസ് അവൻ്റെ വിശ്വസ്തനായ സഹായി അയാലോസിനൊപ്പം ലേർണയിലേക്ക് പുറപ്പെട്ടു. അവിടെ അവർ ഹൈഡ്രയുടെ ഗുഹ കണ്ടെത്തി. അതിനുള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഹൈഡ്രയെ ഉണർത്താനായി ഹെർക്കുലീസ് അതിനു നേരെ അമ്പെയ്തു. ഭയാനകമായ ഒരു ഗർജനത്തോടെ ഹൈഡ്ര അതിൻ്റെ അനവധി തലകൾ ഉയർത്തി ഹെർക്കുലീസിന് നേരെ പാഞ്ഞെടുത്തു. ഹെർക്കുലീസ് തൻ്റെ വാളുകൊണ്ട് അതിൻ്റെ തല ഓരോന്നായി വെട്ടിമാറ്റി. പക്ഷേ തല ഓരോന്ന് വെട്ടിയാൽ അതിൻ്റെ സ്ഥാനത്ത് 2 പുതിയ തലകൾ വളർന്നു വന്നുകൊണ്ടിരുന്നു. തൻ്റെ ആയുധങ്ങൾ മാത്രം ഉപയോഗിച്ച് വിജയം നേടാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ഹെർക്കുലീസ് അയോലസിനോട്
ഒരു തീച്ചൂള തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടു. ഓരോ തലയും മുറിക്കപ്പെടുമ്പോൾ അതിനെ തീ കൊണ്ട് എരിച്ചു തീർക്കാനും ആവശ്യപ്പെട്ടു. അതോടെ പുതിയ തലകൾ ഉണ്ടാകാതെയായി. 9ാമത്തെ തല നാശമില്ലാത്ത ഒന്നായിരുന്നു. അതിന് മരണമില്ലായിരുന്നു. ഹെർക്കുലീസ് അത് അരിഞ്ഞു വീഴ്ത്തുകയും തീക്കല്ലിൽ എരിച്ച ശേഷം പാറക്കെട്ടിനുള്ളിൽ സംസ്കരിക്കുകയും ചെയ്തു. ശേഷം അതിൻ്റെ വിഷമുള്ള രക്തം സ്വന്തം അമ്പുകളിൽ തേച്ച് സൂക്ഷിച്ചു. എന്നാൽ ഹെർക്കുലീസ് ഹൈഡ്രയെ നശിപ്പിക്കാൻ തൻ്റെ സഹായി അയോലസിൻ്റെ സഹായം തേടിയതിനാൽ യൂറിറ്റസ് അതിനെ ഒരു പരാജയമാക്കിയാണ് കണക്കാക്കിയത്. എന്നാൽ ഇത് ഹെർക്കുലീസിൻ്റെ മഹത്വത്തിന് ഒരു മങ്ങലും വരുത്തിയില്ല. ഹെർക്കുലീസിൻ്റെ 3ാമത്തെ ദൗത്യം വളരെ വ്യത്യസ്തമായ ഒന്നായിരുന്നു. മുമ്പത്തെ 2 ദൗത്യങ്ങൾ തീവ്രമായ പോരാട്ടങ്ങളായിരുന്നുവെങ്കിൽ ഈ ദൗത്യം ശക്തിയേക്കാൾ ക്ഷമയും ബുദ്ധിയും ആവശ്യപ്പെടുന്ന ഒരു പരീക്ഷയായിരുന്നു. ആർട്ടമിസ് എന്ന ദേവതയുടെ പവിത്രമായ മാനെന്ന് പറയപ്പെടുന്ന സെറീനിയൻ ഹിന്ദ് എന്ന മനോഹരമായ ജീവിയെ പരിക്കേൽപ്പിക്കാതെ പിടികൂടുക എന്നതായിരുന്നു ഹെർക്കുലീസിൻ്റെ 3ാമത്തെ ദൗത്യം. സെറീനിയൻ ഹിന്ദ് മനോഹരമായ ഒരു ജീവിയായിരുന്നു. അതിന് സ്വർണ്ണക്കൊമ്പുകളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിനെ ഗോൾഡൻ ഹിന്ദ് എന്ന് വിളിച്ചിരുന്നത്. അതിന് അവിശ്വസനീയമാംവിധം വേഗതയുണ്ടായിരുന്നു. പ്രകൃതിയുടെ ദേവതയായ ആർട്ടമിസിന് ഈ മാൻ വളരെ പ്രിയപ്പെട്ടതായിരുന്നു. അതിനാൽ സെറീനിയൻ ഹിന്ദിനെ പിടിക്കുന്നത് ദേവിയുടെ കോപത്തിന് കാരണമാകുമെന്ന് ആളുകൾ ഭയപ്പെട്ടിരുന്നു. യൂറിസ്റ്റിയസ് രാജാവ് ഹെർക്കുലീസിനോട് ഈ ജീവിയെ കൊണ്ടുവരാൻ കൽപ്പിച്ചു. അത് അസാധാരണമാംവിധം വെല്ലുവിളി നിറഞ്ഞ ഒരു ജോലിയായിരുന്നു. 1 വർഷം മുഴുവൻ ഹെർക്കുലീസ് ആ മാനിനെ പിന്തുടർന്നു. ഗ്രീസ്, ത്രേസ്, മാസിഡോണിയ എന്നീ സ്ഥലങ്ങളിൽ അദ്ദേഹം തിരഞ്ഞു. പക്ഷേ സെറീനിയൻ ഹിന്ദ് എപ്പോഴും ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. ഒടുവിൽ ആർടെമിസിൻ്റെ പുണ്യസ്ഥലങ്ങളിൽ ഒന്നായ അർക്കാഡിയയിൽ നിന്നാണ് ഹെർക്കുലീസ് ആ ജീവിയെ കണ്ടെത്തിയത്. അതിൻ്റെ വേഗത കാരണം തനിക്കെന്നെ പിന്തുടരാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം സമർത്ഥമായ ഒരു പദ്ധതി തയ്യാറാക്കി. രാത്രിയുടെ മറവിൽ ഹെർക്കുലീസ് ശാന്തമായി മാനിനോടൊപ്പം നടന്നു. ക്രമേണ അതിൻ്റെ വിശ്വാസം നേടുകയും ചെയ്തു. ഒടുവിൽ മാൻ ലാഡ്രോൺ നദിക്കരയിൽ വെള്ളം കുടിക്കാനായി നിന്നപ്പോൾ ഹെർക്കുലീസ് ഒരു വലിയ വലയെറിഞ്ഞു. അതിനെ പരിക്കേൽപ്പിക്കാതെ പിടികൂടി. ഹെർക്കുലീസ് ഹിന്ദിനെ പിടികൂടിയ വാർത്ത താമസിക്കാതെ ദേവന്മാരിലെത്തി. തൻ്റെ പ്രിയപ്പെട്ട മൃഗത്തെ പിടികൂടിയ വിവരമറിഞ്ഞ ആർട്ടമിസ് അവളുടെ ഇരട്ട സഹോദരൻ അപ്പോളോയ്ക്കൊപ്പം ഹെർക്കുലീസിൻ്റെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ടു. ഹെർക്കുലീസ് തൻ്റെ വിശുദ്ധ മൃഗത്തിൽ കൈവയ്ക്കാൻ ധൈര്യപ്പെട്ടതിൽ ദേവി കോപാകുലയായി. എന്തിനാണ് എൻ്റെ ജീവിയെ നീ ഉപദ്രവിക്കുന്നത്? ആർട്ടമിസ് കോപം നിറഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. ആദരവ് സൂചകമായി തല കുനിച്ചുകൊണ്ട് ഹെർക്കുലീസ് തൻ്റെ ദുരവസ്ഥ വിശദീകരിച്ചു. ദേവി, ഇതെൻ്റെ സ്വന്തം തീരുമാനമല്ല. യൂറിസ്റ്റസിൻ്റെ നിർദ്ദേശപ്രകാരം ഞാനിത് ചെയ്യുകയായിരുന്നു. എൻ്റെ 12 കടമകളിൽ ഒന്നാണിത്. ഞാൻ ദേവിയെ അവമാനിക്കാനോ മാനിനൊരു ദോഷം വരുത്താനോ ഉദ്ദേശിക്കുന്നില്ല. അവൻ്റെ സത്യസന്ധതയും ദുരവസ്ഥയും തിരിച്ചറിഞ്ഞ ആർട്ടമിസ് ഹെർക്കുലീസിനോട് ക്ഷമിച്ചു. എന്നാൽ ഒരു കാര്യം ആർട്ടമിസ് ഹെർക്കുലീസിനോട് പറഞ്ഞു. മാനിനെ യൂറിസ്റ്റസിന് കാണിച്ചു കൊടുത്ത ശേഷം അതിനെ കാട്ടിലേക്ക് തിരിച്ചയക്കണം. ആർട്ടമിസിൻ്റെ അനുഗ്രഹത്തോടെ ഹെർക്കുലീസ് സെറീനിയൻ ഹിന്ദിനെ യൂറിസ്റ്റസ് രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. രാജാവ് മാനിനെ കണ്ട ഉടനെ ഹെർക്കുലീസ് തൻ്റെ വാക്ക് പാലിച്ചുകൊണ്ട് ആ ജീവിയെ കാട്ടിലേക്ക് വിട്ടയച്ചു. 3 പ്രയാസകരമായ ജോലികൾ വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം യൂറിസ്റ്റസ് രാജാവ് ഹെർക്കുലീസിന് പുതിയ ദൗത്യം നൽകി. എരിമാന്തിയൻ പന്നിയെ ജീവനോടെ പിടികൂടി രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു ആ ദൗത്യം. എരിമാന്തിയൻ പന്നി വളരെയധികം ഭീമാകാരമായ ഒരു മൃഗമായിരുന്നു. അത് എരിമാന്തിയൻ പർവ്വതത്തിൽ ചുറ്റിത്തിരിഞ്ഞു. ഗ്രാമങ്ങൾ നശിപ്പിക്കുകയും വയലുകൾ നശിപ്പിക്കുകയും ചെയ്തു. ആർക്കും അതിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഹെർക്കുലീസിൻ്റെ ശക്തിയും വളർന്നു വരുന്ന മഹത്വവും യൂറിസ്റ്റിയസിനെ ഭയത്തിലാക്കിയിരുന്നു. അതിനാൽ അദ്ദേഹത്തിന് അസാധ്യമായൊരു ജോലി നൽകാൻ യൂറിസ്റ്റിയസ് ആഗ്രഹിച്ചു. പക്ഷേ ഹെർക്കുലീസ് ഒരിക്കലും ഒരു വെല്ലുവിളിയിൽ നിന്നും പിന്മാറിയില്ല. ഹെർക്കുലീസ് എരിമാന്തോസ് മലനിരകളിലേക്ക് യാത്ര തിരിച്ചു. അവിടെ വഴിയിൽ തൻ്റെ സുഹൃത്തായ പോളോസ് എന്ന സെൻറ്റോറിൻ്റെ വീട്ടിൽ വിശ്രമിക്കാൻ ഹെർക്കുലീസ് തീരുമാനിച്ചു. പോളോസ് അദ്ദേഹത്തെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയും ഭക്ഷണം നൽകുകയും ചെയ്തു. അവർ ഭക്ഷണം കഴിക്കുമ്പോൾ ഗുഹയുടെ മൂലയിൽ ഒരു വലിയ പാത്രം വിശുദ്ധ വീഞ്ഞ് ഇരിക്കുന്നത് ഹെർക്കുലീസ് ശ്രദ്ധിച്ചു. അതിന് അതിശയകരമായ ഗന്ധമുണ്ട്. നമുക്കത് കുടിച്ചാലോ? ഹെർക്കുലീസ് പറഞ്ഞു. പോളോസ് ഒന്നും അടിച്ചു. ആ വീഞ്ഞ് സെൻറ്റോറുകളുടേതാണ്. ദേവന്മാർ നമ്മൾക്ക് സമ്മാനിച്ചതാണ്. അത് തുറന്നാൽ അവർ അതിൽ സന്തോഷിക്കില്ല. എന്നാൽ യാത്രയിൽ ദാഹിച്ച ഹെർക്കുലീസ് നിർബന്ധിച്ചു. അദ്ദേഹം പാത്രത്തിൽ നിന്ന് ഒരു ഹോർക്ക് വലിച്ചെടുത്തു. വീര്യമുള്ള വീഞ്ഞിൻ്റെ ഗന്ധം വായുവിൽ നിറഞ്ഞു.
താമസിക്കാതെ ഇടിമുഴക്കമുള്ള കുളമ്പടികളുടെ ശബ്ദം ദൂരെ പ്രതിധ്വനിച്ചു. മറ്റ് സെൻറ്റോറുകൾ വീഞ്ഞിൻ്റെ ഗന്ധം അറിഞ്ഞു. അവർ കോപാകുലരായി. കല്ലുകൾ, വടികൾ, വില്ലുകൾ എന്നിവയുമായി ആയുധധാരികളായ അവർ ഫോളോസിൻ്റെ ഗുഹയിലേക്ക് പാഞ്ഞു. ഹെർക്കുലീസ് ഹൈഡ്രയുടെ മാരകമായ വിഷം പുരണ്ട അമ്പുകൾ അവർക്ക് നേരെ തൊടുത്തു. ആക്രമണകാരികളായ സെൻറ്റോർ ഒന്നിനു പുറകെ ഒന്നായി വീണു. ഭയപ്പെട്ടവർ പർവ്വതങ്ങളിലേക്ക് ഓടിപ്പോയി. അങ്ങനെ ഹെർക്കുലീസ് ആ പോരാട്ടത്തിൽ വിജയിച്ചു. എന്നിരുന്നാലും ഫോളോസ് ഹെർക്കുലീസിൻ്റെ അമ്പുകളിലൊന്ന് പരിശോധിക്കുന്നതിനിടെ അബദ്ധത്തിൽ സ്വയം കുത്തിയപ്പോൾ ദുരന്തം സംഭവിച്ചു. വിഷം വേഗത്തിൽ പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്ത് മരിച്ചു വീണു. ദുഃഖിതനായ ഹെർക്കുലീസ് തൻ്റെ പ്രിയ സുഹൃത്തിനെ ആദരവോടെ അടക്കം ചെയ്തതിനു ശേഷം പർവ്വതത്തിലേക്ക് തിരിച്ചു. ദിവസങ്ങളോളം നീണ്ട യാത്രയ്ക്ക് ശേഷം ഹെർക്കുലീസ് എരിമാന്തോസ് പർവ്വതത്തിൻ്റെ മഞ്ഞുമൂടിയ ചെരുവിലെത്തി. അവിടെ ഒടുവിൽ ഭീമാകാരമായ ആ പന്നിയെ കണ്ടെത്തി. എന്നാൽ പന്നിയുടെ വേഗതയും വലിപ്പവും കാരണം അതിനെ പിടികൂടുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല. എന്നാൽ അതിനോട് നേരിട്ട് പോരാടുന്നതിന് പകരം അദ്ദേഹം സമർത്ഥമായ ഒരു തന്ത്രം ഉപയോഗിച്ചു. ഹെർക്കുലീസ് അലറി വിളിച്ചും ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചും പന്നി അതിൻ്റെ ഗുഹയിൽ നിന്ന് പുറത്തു ചാടിച്ചു. ശേഷം മഞ്ഞിലൂടെ അതിനെ ഓടിച്ചു. അത് പന്നിയുടെ വേഗത കുറച്ചു. ക്ഷീണം കാരണം പന്നിയുടെ വേഗത കുറഞ്ഞപ്പോൾ ഹെർക്കുലീസ് അതിനുമേൽ ചാടി വീണ് ചങ്ങലകളും വലകളും ഉപയോഗിച്ച് അതിനെ മുറുക്കി. പന്നിയെ ഭദ്രമാക്കി കെട്ടിയ ശേഷം ഹെർക്കുലീസ് അതിനെ തോളിൽ ചുമന്ന് യൂറിസ്റ്റസിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഭീമാകാരമായ ആ കാട്ടുമൃഗത്തെ ജീവനോടെ കണ്ടപ്പോൾ യൂറിസ്റ്റസ് ഭയന്നു പറിച്ചു. പരിഭ്രാന്തിയിലായ അദ്ദേഹം ഒരു വെങ്കല അറയ്ക്കുള്ളിൽ ഒളിച്ചു. ഹെർക്കുലീസ് പന്നിയെ കൊണ്ടുപോകുന്നതുവരെ പുറത്തു വരാൻ അദ്ദേഹം വിസമ്മതിച്ചു. അങ്ങനെ തന്നെ നാലാമത്തെ ദൗത്യം പൂർത്തിയാക്കിയത് സന്തോഷിച്ച ഹെർക്കുലീസ് പന്നിയുമായി കൊട്ടാരം വിട്ടു. എരിമാന്ത്യൻ പന്നിയെ വിജയകരമായി പിടികൂടിയ ശേഷം അടുത്ത ദൗത്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഹെർക്കുലീസ് യൂറിസ്റ്റസ് രാജാവിൻ്റെ അടുത്തേക്ക് മടങ്ങി. ഇത്തവണ രാജാവ് അസാധ്യമെന്ന് തോന്നുന്ന ഒരു ജോലി ആസൂത്രണം ചെയ്തു. ഇതിന് ശക്തിയല്ല, മറിച്ച് ക്ഷമയും ബുദ്ധിയുമാണ് വേണ്ടിയിരുന്നത്. ഒരു ദിവസം കൊണ്ട് ഓഡിയൻസ് ടേബിൾസ് വൃത്തിയാക്കാൻ ഹെർക്കുലീസിനോട് ഉത്തരവിട്ടു. ഇത് എളുപ്പമുള്ള ഒരു ജോലിയായി തോന്നുമെങ്കിലും അതത്ര എളുപ്പമായിരുന്നില്ല. ഗ്രീസിലെ ഒരു രാജാവായ എലിസിലെ ഭരണാധികാരിയായിരുന്നു ഓജിയൻ രാജാവ്. 3000-ലധികം കാളകളുള്ള ലോകത്തെ ഏറ്റവും വലിയ കന്നുകാലിക്കൂട്ടത്തിന് ഉടമയായിരുന്നു അദ്ദേഹം. ഇവ സാധാരണ കന്നുകാലികൾ ആയിരുന്നില്ല. അവ പവിത്രവും ദൈവങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ടവയുമായിരുന്നു. അതിനാൽ അവ വർഷങ്ങളോളം ജീവിച്ചിരുന്നു. തലമുറകളായി കന്നുകാലികൾ തൊഴുത്തിൽ താമസിച്ചിരുന്നതിനാൽ പതിറ്റാണ്ടുകളായി അവയുടെ മാലിന്യം ഒരിക്കലും വൃത്തിയാക്കപ്പെടാതെ തൊഴുത്തിൽ അടിഞ്ഞുകൂടിയിരുന്നു. അവിടുത്തെ ദുർഗന്ധം അസഹനീയമായിരുന്നു. ഈ മാലിന്യം ഒരു സാധാരണ മനുഷ്യന് വൃത്തിയാക്കാൻ കഴിയുന്നതിലധികം വലിയ പിണ്ഡങ്ങളായി മാറിയിരുന്നു. ഒരു ദിവസം കൊണ്ട് ആർക്കും തൊഴുത്ത് വൃത്തിയാക്കാൻ കഴിയില്ലെന്ന് ഓജിയൻ രാജാവ് വിശ്വസിച്ചിരുന്നു. രാക്ഷസന്മാരെ കൊല്ലുന്നതിൽ പ്രശസ്തനായ ഹെർക്കുലീസിനെ ഈ ദൗത്യം വഴി അവമാനിക്കാമെന്ന് യൂറിസ്റ്റസ് രാജാവ് കരുതി. ഹെർക്കുലീസ് പരാജയപ്പെടും, അതവനെ ദുർബലനാക്കി ചിത്രീകരിക്കുമെന്നും അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ ഹെർക്കുലീസ് ശക്തം മാത്രമായിരുന്നില്ല, അദ്ദേഹം അവിശ്വസനീയമാം വിധം ബുദ്ധിമാനുമായിരുന്നു. ഹെർക്കുലീസ് എലീസ് രാജ്യത്തെത്തിയപ്പോൾ അദ്ദേഹം രാജാവായ ഓജിയസിനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. നിങ്ങളുടെ തൊഴുത്ത് ഒരു ദിവസം കൊണ്ട് വൃത്തിയാക്കിയാൽ നിങ്ങളുടെ കന്നുകാലിയിൽ 10-1 എനിക്ക് പ്രതിഫലമായി തരുമോ? അത് അസാധ്യമെന്ന് കരുതിയ ഓജിയസ് ചിരിച്ചുകൊണ്ട് സമ്മതം മൂടി. ബക്കറ്റും മൺവെട്ടിയും ഉപയോഗിച്ച് തുടങ്ങുന്നതിന് പകരം ഹെർക്കുലീസ് മറ്റൊരു മികച്ച വഴി കണ്ടെത്തി. സമീപത്തുള്ള 2 നദികളായ ആൽഫിയസ്, പെനിയസ് എന്നിവ അദ്ദേഹം ശ്രദ്ധിച്ചു. മാലിന്യം കൈകൊണ്ട് നീക്കുന്നതിന് പകരം പ്രകൃതിയുടെ ശക്തി തന്നെ ഉപയോഗിക്കാൻ ഹെർക്കുലീസ് തീരുമാനിച്ചു. ഹെർക്കുലീസ് തൊഴുത്തിൻ്റെ 2 വശങ്ങളിലെയും മതിലുകൾ പൊളിച്ചു മാറ്റി. വലിയ തുറസ്സുകൾ സൃഷ്ടിച്ചു. ആൽഫിയസ്, പെനിയസ് എന്നീ നദികളെ ഒഴുക്കുകളിലേക്ക് ബന്ധിപ്പിക്കുന്ന ആഴത്തിലുള്ള കിടങ്ങുകൾ അദ്ദേഹം കുഴിച്ചു. ശേഷം നദിയുടെ ഒഴുക്ക് നേരെ തൊഴുത്തിലേക്ക് തിരിച്ചുവിട്ടു. നദികളിൽ നിന്നും ഒഴുകിയെത്തിയ വെള്ളം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന മാലിന്യം ഒഴുക്കിക്കളഞ്ഞു. അങ്ങനെ നദികൾ മാലിന്യത്തിൻ്റെ അവസാന കണികയും നീക്കം ചെയ്തു. തൊഴുത്ത് പൂർണ്ണമായും വൃത്തിയായി. ഹെർക്കുലീസ് ഓജിയസ് രാജാവിനോട് പ്രതിഫലം ആവശ്യപ്പെട്ടപ്പോൾ രാജാവ് അവരുടെ കരാർ പാലിക്കാൻ വിസമ്മതിച്ചു. ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും കന്നുകാലികളെ വാഗ്ദാനം ചെയ്തിട്ടില്ല. ഹെർക്കുലീസ് സാർ ജോലി ചെയ്തത് യൂറിറ്റിയസ് ഉത്തരവിട്ടതുകൊണ്ടാണെന്നും വ്യക്തിപരമായ വെല്ലുവിളി ആയിട്ടല്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. രാജാവിൻ്റെ സത്യസന്ധത ഇല്ലായ്മയിൽ കുപിതനായ ഹെർക്കുലീസ് ഈ കാര്യം ഒരു പൊതു കോടതിയിൽ അവതരിപ്പിച്ചു.
ഔജിയസിൻ്റെ സ്വന്തം മകൻ ഫൈലസ് തൻ്റെ പിതാവ് കരാർ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടും ഔജിയസ് പണം നൽകാൻ വിസമ്മതിക്കുകയും സ്വന്തം മകനെ എലിസിൽ നിന്ന് നാടുകടത്തുകയും ചെയ്തു. ഓജിയൻ തൊഴുത്തുകൾ വൃത്തിയാക്കുക എന്ന ദുഷ്കരമായ ജോലി പൂർത്തിയാക്കിയ ശേഷം ഹെർക്കുലീസ് യൂറിറ്റസിൻ്റെ അടുത്തേക്ക് മടങ്ങി. ഈ ദൗത്യം അംഗീകരിക്കപ്പെടുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. എന്നാൽ ഹെർക്കുലീസ് സ്വന്തം ശക്തിക്ക് പകരം നദികൾ ഉപയോഗിച്ചുവെന്ന് അവകാശപ്പെട്ടുകൊണ്ട് യൂറിറ്റസ് അത് കണക്കാക്കാൻ വിസമ്മതിച്ചു. തൻ്റെ ദൗത്യങ്ങൾ ഇപ്പോൾ 10 നിന്ന് 12 വർദ്ധിച്ചതിനാൽ യൂറിറ്റസ് ഹെർക്കുലീസിനെ ഒരു പുതിയ ദൗത്യത്തിന് അയച്ചു. സ്റ്റിംഫാലിയൻ പക്ഷികളെ ഇല്ലാതാക്കുക എന്നതായിരുന്നു അത്. ഇവ സാധാരണ പക്ഷികളായിരുന്നില്ല. സ്റ്റിംഫാലിയൻ പക്ഷികൾ കോർത്ത ലോഹത്തൂവലുകളും മാരകമായ കൊക്കുകളുമുള്ള ഭീമാകാരമായ മാംസം ഭക്ഷിക്കുന്ന ജീവികളായിരുന്നു. യുദ്ധദേവനായ എരീസിന് പ്രിയപ്പെട്ടവരായിരുന്നു ഈ പക്ഷികൾ. ഗ്രീസിലെ അർക്കാഡിയിലെ പ്രദേശമായ സ്റ്റിംഫാലിയയിലെ ഇടതൂർന്ന ചതുപ്പുകളിലും വനങ്ങളിലും ജീവിച്ചിരുന്ന ഇവ മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒരേപോലെ ഭീഷണിയായിരുന്നു. സ്റ്റിംഫാലിയയിലെ ജനങ്ങൾ നിരന്തരമായ ഭീതിയിലാണ് ജീവിച്ചിരുന്നത്. കൃഷി ചെയ്യാനോ സുരക്ഷിതമായി യാത്ര ചെയ്യാനോ അവർക്ക് കഴിഞ്ഞില്ല. ഏറ്റവും ധീരരായ യോദ്ധാക്കൾ പോലും അവരെ നേരിടാൻ ധൈര്യപ്പെട്ടില്ല. ഹെർക്കുലീസ് സ്റ്റിംഫാലിയ തടാകത്തിലെത്തിയപ്പോൾ അതിനു ചുറ്റുമുള്ള വിശാലമായ ഇരുണ്ട വനം അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. ചതുപ്പ് ആഴമേറിയതും ചെളി നിറഞ്ഞതുമായിരുന്നു. അതിലൂടെ നടക്കുക എന്നതുപോലും അസാധ്യമായിരുന്നു. അവിടെയുള്ള ഇടതൂർന്ന മരങ്ങൾ പക്ഷികളെ ആക്രമണകാരികളിൽ നിന്ന് ഒളിച്ചിരിക്കാൻ സഹായിച്ചു. സ്റ്റിംഫാലിയൻ പക്ഷികളെ നേരിടാൻ ശക്തി മാത്രം പോരാ എന്ന് ഹെർക്കുലീസിന് മനസ്സിലായി. ഹെർക്കുലീസ് തൻ്റെ അടുത്ത നീക്കത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ജ്ഞാനദേവതയായ അഥീന അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. നിങ്ങൾക്കവരെ ബലപ്രയോഗം കൊണ്ട് മാത്രം തോൽപ്പിക്കാൻ കഴിയില്ല, അവൾ ഉപദേശിച്ചു. പക്ഷേ അവരെ ഒളിസ്ഥലങ്ങളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒന്ന് ഞാൻ നിനക്ക് തരാം. അഥീന ഹെർക്കുലീസിന് ഹൈസ്റ്റംസ് നിർമ്മിച്ച ഒരു വലിയ വെങ്കല കിലുക്കം കൈമാറി. ഈ കിലുക്കം കിലുക്കുക. ഇത് വളരെ ഉച്ചത്തിലുള്ള ഭയങ്കരമായ ശബ്ദം പുറപ്പെടുവിക്കും. പക്ഷികൾ ഭയന്ന് പറന്നുയരാൻ നിർബന്ധിതരാകും, അഥീന വിശദീകരിച്ചു. ചതുപ്പിനടുത്തുള്ള ഏറ്റവും ഉയരമുള്ള കുന്നിലേക്ക് ഹെർക്കുലീസ് കയറി താഴെയുള്ള പക്ഷിക്കൂട്ടത്തെ നോക്കി. ശേഷം അവൻ തൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് വെങ്കല കിലുക്കത്തെ കുലുക്കി. കാതടപ്പിക്കുന്ന ഒരു അലർച്ച തടാകത്തിന് കുറുകെ പ്രതിധ്വനിച്ചു. ആ ഭയാനകമായ ശബ്ദം കേട്ട് പക്ഷികൾ പരിഭ്രാന്തരായി ഒളിത്താവളങ്ങളിൽ നിന്ന് പറന്നുയർന്നു. ആകാശം ആയിരക്കണക്കിന് പക്ഷികളാൽ മൂടപ്പെട്ടപ്പോൾ ഹെർക്കുലീസ് തൻ്റെ വില്ലുയർത്തി. ഹൈഡ്രയുടെ മാരകമായ വിഷത്തിൽ മുക്കിയ അമ്പുകൾ ആ പക്ഷികൾക്ക് നേരെ തൊടുത്തുവിട്ടു. ആ അമ്പുകൾ സ്റ്റിംഫാലിയൻ പക്ഷികളിലെ ലോഹത്തൂവലുകളിലൂടെ തുളച്ചു കയറി. ഒന്നിനു പുറകെ ഒന്നായി നരഭോജികൾ തടാകത്തിലേക്ക് ചെന്നു വീണു. ചിലത് ഹെർക്കുലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവൻ്റെ ശക്തിക്ക് മുന്നിൽ അവയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല. താമസിക്കാതെ മിക്ക സ്റ്റിംഫാലിയൻ പക്ഷികളും കൊല്ലപ്പെട്ടു. ചിലത് ഗ്രീസിൽ നിന്ന് വളരെ ദൂരേക്ക് പറന്നുപോയി. പിന്നീട് ഒരിക്കലും തിരിച്ചു വന്നുമില്ല. തൻ്റെ ദൗത്യം പൂർത്തിയായപ്പോൾ തൻ്റെ വിജയത്തിൻ്റെ തെളിവായ വീണുപോയ ചില പക്ഷികളെ ഹെർക്കുലീസ് ശേഖരിച്ചു. ഹെർക്കുലീസ് മെസീനയിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ യൂറിറ്റസ് രാജാവ് വീണ്ടും ഞെട്ടി. ഹെർക്കുലീസ് പരാജയപ്പെടുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഒരിക്കൽ കൂടി അവൻ വിജയിച്ചു. 6ാമത്തെ ദൗത്യം പൂർത്തിയാക്കിയ ശേഷം ഹെർക്കുലീസിന് തൻ്റെ 7ാമത്തെ ദൗത്യത്തിനായി ക്രീറ്റ് ദ്വീപിലേക്ക് പോയി. അവിടെ നാശം വിതയ്ക്കുന്ന ഭീമാകാരമായ ക്രേറ്റൻ കാളയെ ജീവനോടെ പിടികൂടി മെസീനയിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നതായിരുന്നു അവൻ്റെ ദൗത്യം. ഐതിഹ്യമനുസരിച്ച് കടലിൻ്റെ ദേവനായ പൊസീഡിയോൻ ക്രീറ്റിലെ രാജാവായ മിനോസിന് സമ്മാനമായി നൽകിയതായിരുന്നു ആ കാള. എന്നിരുന്നാലും പൊസീഡിയോണിന് ആ കാളയെ ബലിയർപ്പിക്കാൻ മിനോസ് വിസമ്മതിച്ചപ്പോൾ പൊസീഡിയോൺ അതിനെ ശപിച്ചു. ആ ദിവസം മുതൽ ക്രേറ്റൻ കാള ഒരു കാട്ടുമൃഗമായി മാറി. വയലുകളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും ഓടി അതിൻ്റെ വഴിയിലുള്ളതെല്ലാം നശിപ്പിച്ചു. ആർക്കും അതിനെ മെരുക്കാൻ കഴിഞ്ഞില്ല. ക്രീറ്റിലെ ജനങ്ങൾ നിരന്തരമായ ഭയത്തിലാണ് ജീവിച്ചിരുന്നത്. ഹെർക്കുലീസ് ഈജിയൻ കടൽ കടന്ന് മനോഹരമായ ക്രീറ്റ് ദ്വീപിലേക്ക് യാത്ര തിരിച്ചു. അവിടെ മിനോസ് രാജാവ് അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്തു. ആ ഭീമാകാരമായ കാളയെ നേരിടാൻ ഒരാൾ വന്നതിൽ മിനോസിന് ആശ്വാസം തോന്നി. എൻ്റെ നാട്ടിൽ നിന്ന് നിങ്ങൾ ആ മൃഗത്തെ കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ ഞാൻ നിങ്ങളെ തടയുന്നില്ല, മിനോസ് പറഞ്ഞു. ആയുധങ്ങളൊന്നുമില്ലാതെ അതിനെ നേരിടാൻ ഹെർക്കുലീസ് തീരുമാനിച്ചു. ഹെർക്കുലീസ് ആ കാളയെ പിന്തുടർന്ന് ഗ്രാമപ്രദേശത്തേക്ക് പോയി. അവിടെ അത് വയലിലൂടെ ഇരച്ചു കയറി കന്നുകാലികളെ ആക്രമിക്കുകയായിരുന്നു. ഒടുവിൽ പർവ്വതങ്ങൾക്കരിയിൽ അത് ഒറ്റയ്ക്ക് മേയുന്നത് ഹെർക്കുലീസ് കണ്ടെത്തി. കാള ഹെർക്കുലീസിനെ കണ്ട ഉടനെ
അത് കോപത്തോടെ മൂർച്ഛിക്കുകയും പൂർണ്ണശക്തിയോടെ അവന് നേരെ ചാടി വീഴുകയും ചെയ്തു. പക്ഷേ ഒടുവിൽ ഹെർക്കുലീസിൻ്റെ ശക്തിക്ക് മുന്നിൽ കാളയ്ക്ക് കീഴടങ്ങേണ്ടി വന്നു. കാളയുമായി ഹെർക്കുലീസ് തിരിച്ച് ഗ്രീസിലേക്ക് മടങ്ങി. അവിടെ യൂറിറ്റസ് രാജാവ് ഹെർക്കുലീസിൻ്റെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ കാളയെ സൂക്ഷിക്കുന്നതിന് പകരം യൂറിറ്റസ് അവയെ സ്വതന്ത്രമാക്കാൻ ഹെർക്കുലീസിനോട് ആവശ്യപ്പെട്ടു. സ്വതന്ത്രനായ കാള കാട്ടുവഴിയിലൂടെ ഓടി. ഒടുവിൽ മാരത്തോണിലെത്തി. ഏതൻസിലെ ധീരനായ തീസസ് അതിനെ കൊല്ലുന്നതുവരെ അത് മാരത്തോണിലെ ജനങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു. 7ാമത്തെ ദൗത്യത്തിന് ശേഷം യൂറിറ്റസ് രാജാവ് ഹെർക്കുലീസിനെ ക്രൂരനായ ഡയോമെഡിസ് രാജാവ് ഭരിച്ചിരുന്ന ത്രേസിലേക്ക് അപകടമായ ദൗത്യത്തിനായി അയച്ചു. അവൻ്റെ ദൗത്യം ത്രേസിലെ നരഭോജികളായ കുതിരകളെ പിടികൂടി മെസ്സീനയിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നതായിരുന്നു. പുല്ലിനു പകരം മനുഷ്യമാംസം ഭക്ഷിക്കാൻ പരിശീലനം ലഭിച്ച 4 ഭീമാകാരവും ശക്തവും നിയന്ത്രിക്കാനാവാത്തതുമായ കുതിരകളായിരുന്നു ഡയോമെഡിസിൻ്റെ കുതിരകൾ. ഐതിഹ്യമനുസരിച്ച് ഈ പൈശാചിക കുതിരകൾക്ക് രോഷം നിറഞ്ഞ ചുവന്ന കണ്ണുകളും മൂർച്ചയുള്ള രക്തം പുരണ്ട മനുഷ്യരെ കീറിമുറിക്കാൻ കഴിവുള്ള പല്ലുകളും ഉണ്ടായിരുന്നു. അതിൻ്റെ ശക്തിയും വേഗതയും കാരണം കുതിരകളെ പിടികൂടാൻ ആർക്കും സാധിച്ചില്ല. ഈ കുതിരകൾ ക്രൂരനായ ഭരണാധികാരിയും യുദ്ധദേവനായ എരീസിൻ്റെ മകനുമായ ഡയോമെഡിസ് രാജാവിൻ്റെ ഉടമസ്ഥതയിലായിരുന്നു. നിരപരാധികളെ തൻ്റെ കുതിരകൾക്ക് തീറ്റ നൽകുന്നതിൽ ഡയോമെഡിസ് ആനന്ദം കണ്ടെത്തിയിരുന്നു. ഇത് ഡയോമെഡിസിനെ ത്രേസിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഭരണാധികാരികളിൽ ഒരാളാക്കി. ഹെർക്കുലീസ് ത്രേസിലേക്ക് യാത്ര ചെയ്തു. അവിടെ അദ്ദേഹം ഡയോമെഡിസ് രാജാവിൻ്റെ കുതിരകളെ സമീപിച്ചു. ഭീകരന്മാരായ കുതിരകളെ കണ്ട ഉടനെ ജീവനോടെ പിടികൂടുക എന്നത് എളുപ്പമുള്ള കാര്യമല്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഹെർക്കുലീസ് എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഡയോമെഡിസും അദ്ദേഹത്തിൻ്റെ സൈനികരും ഹെർക്കുലീസിനെ ആക്രമിച്ചു. ഡയോമെഡിസിന് ശക്തമായൊരു സൈന്യമുണ്ടായിരുന്നു. ഹെർക്കുലീസ് തൻ്റെ കുതിരകളെ കൊണ്ടുപോകുന്നത് തടയാൻ അദ്ദേഹം എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു. എന്നിരുന്നാലും ഹെർക്കുലീസിനെ തടയുക എന്നത് അസാധ്യമായിരുന്നു. ഹെർക്കുലീസ് തൻ്റെ ഗദ പിടിച്ച് ഇടതും വലതും സൈനികരെ തകർത്തു. ദൂരെ നിന്ന് യോദ്ധാക്കളെ വീഴ്ത്താൻ അദ്ദേഹം തൻ്റെ വില്ല് ഉപയോഗിച്ചു. ഒടുവിൽ അദ്ദേഹം ഡയോമെഡിസിനോട് ഏറ്റുമുട്ടി. അവസാനം ഒരു തീവ്രമായ യുദ്ധത്തിന് ശേഷം ഹെർക്കുലീസ് ഡയോമെഡിസിനെ തോൽപ്പിക്കുകയും ശേഷം വധിക്കുകയും ചെയ്തു. ഡയോമെഡിസിൻ്റെ മരണശേഷം ഭ്രാന്ത് പിടിച്ച കുതിരകളെ ശാന്തമാക്കാൻ ഹെർക്കുലീസ് ഡയോമെഡിസിൻ്റെ ശവശരീരം അവർക്ക് എറിഞ്ഞുകൊടുത്തു. അങ്ങനെ മാംസം ഭക്ഷിച്ച കുതിരകൾ തൽക്കാലത്തേക്ക് ശാന്തമായി. ഈ സമയം ഹെർക്കുലീസ് അവയെ ബന്ധിച്ച് മെസ്സീനയിലേക്ക് യാത്ര തിരിച്ചു. കുതിരകളെ കണ്ട് പേടിച്ചുപോയ യൂറിറ്റസ് അവയെ സ്വതന്ത്രമാക്കാൻ ഹെർക്കുലീസിനോട് ആവശ്യപ്പെട്ടു. ഒടുവിൽ സിയൂസ് അവയെ പിടികൂടി മെരുക്കിയ ശേഷം ഒളിമ്പിയസ് പർവ്വതത്തിലേക്ക് അയക്കുന്നത് വരെ അവ ഗ്രീസിലുടനീളം നാശം വിതച്ചുകൊണ്ടിരുന്നു. ആമസോണുകളുടെ രാജ്ഞിയായ ഹിപ്പോളിറ്റയുടെ മാന്ത്രിക അരപ്പട്ട വീണ്ടെടുക്കാനും അത് മെനീസിലേക്ക് തിരികെ കൊണ്ടുവരാനുമുള്ള ചുമതല ഹെർക്കുലീസിനായിരുന്നു. ഒരു സാധാരണ അരപ്പട്ടയായിരുന്നില്ല അത്. യുദ്ധദേവനായ ഏരിസ് രാജ്ഞിക്ക് നൽകിയ സമ്മാനമായിരുന്നു അത്. ഹിപ്പോളിറ്റയുടെ ശക്തിയുടെയും അധികാരത്തിൻ്റെയും പ്രതീകം കൂടിയായിരുന്നു അത്. യൂറിറ്റസിൻ്റെ മകൾ അഡ്മേറ്റ് ഈ അരപ്പട്ടയെക്കുറിച്ച് കേട്ടിരുന്നു. അവൾ പിതാവിനോട് അത് തനിക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ അഹങ്കാരിയായ തൻ്റെ മകളെ ശകാരിക്കുന്നതിന് പകരം യൂറിറ്റസ് ഹെർക്കുലീസിനെ ഈ ദൗത്യത്തിനായി അയച്ചു. അവിശ്വസനീയമായ പോരാട്ട വൈദഗ്ധ്യത്തിന് പേരുകേട്ട ശക്തരും ധൈര്യശാലികളുമായ യോദ്ധാക്കളുടെ ഒരു ഗോത്രമായിരുന്നു ആമസോണുകൾ. കരിങ്കടലിൻ്റെ തീരത്തുള്ള തെമിസിറ എന്ന നഗരത്തിലാണ് അവർ താമസിച്ചിരുന്നത്. അവരുടെ രാജ്യത്ത് പുരുഷന്മാരെ ജീവിക്കാൻ അനുവദിച്ചിരുന്നില്ല. ആമസോണുകൾ കഴിവുള്ള യോദ്ധാക്കളായിരുന്നു. അവർ മിക്ക പുരുഷ സൈനികരെക്കാളും ശക്തരും വൈദഗ്ധ്യമുള്ളവരുമാണെന്ന് പറയപ്പെടുന്നു. അവരുടെ രാജ്ഞി ഹിപ്പോളിറ്റയായിരുന്നു അവരിൽ ഏറ്റവും വലിയ യോദ്ധാവ്. യോദ്ധാക്കളായ നിരവധി സ്ത്രീകൾ കൊട്ടാരത്തിൽ രാജ്ഞിക്കൊപ്പം കഴിഞ്ഞിരുന്നു. ആയുധധാരികളായ അവർ എപ്പോഴും പോരാട്ടത്തിന് സന്നദ്ധരായിരുന്നു. അതുകൊണ്ട് തന്നെ രാജ്ഞിയുടെ അരപ്പട്ട ബലം പ്രയോഗിച്ച് കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഒരു യുദ്ധത്തിൽ കലാശിക്കുമെന്ന് ഹെർക്കുലീസിന് അറിയാമായിരുന്നു. ഹെർക്കുലീസ് ധീരനായ യോദ്ധാക്കളുടെ ഒരു സംഘത്തെ കൂട്ടി ഈജിയൻ കരിങ്കടലുകൾ കടന്ന് ആമസോണുകളുടെ നാടായ തെമിസിറിലേക്ക് യാത്ര തിരിച്ചു. യാത്രയിൽ അദ്ദേഹം വിവിധ ദ്വീപുകളിൽ നിർത്തി കടൽ കൊള്ളക്കാരോട് പോരാടി. ഒടുവിൽ അദ്ദേഹം ആമസോണുകളുടെ നാട്ടിലെത്തി. ഹിപ്പോളിറ്റ രാജ്ഞിയുമായി ഒരു കൂടിക്കാഴ്ച അഭ്യർത്ഥിച്ചു. അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഹിപ്പോളിറ്റ ഹെർക്കുലീസിനെ സന്തോഷത്തോടെ സ്വീകരിച്ചു. തൻ്റെ ദൗത്യവും യൂറിറ്റസ് രാജാവ് എന്തുകൊണ്ട് ആ അരപ്പട്ട ആഗ്രഹിച്ചെന്നും അദ്ദേഹം രാജ്ഞിയോട് വിശദീകരിച്ചു. ആക്രമണം തിരഞ്ഞെടുക്കുന്നതിന് പകരം ഹിപ്പോളിറ്റ ഹെർക്കുലീസിൻ്റെ ശക്തിയും ധൈര്യവും അഭിനന്ദിക്കുകയും മനസ്സോടെ അദ്ദേഹത്തിന് അരപ്പട്ട നൽകാമെന്ന് സമ്മതിക്കുകയും ചെയ്തു.
എന്നാൽ അരപ്പട്ട കൈമാറ്റം പൂർത്തിയാക്കുന്നതിന് മുമ്പ് ദേവന്മാരുടെ രാജ്ഞിയായ ഹേര അത് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. ഹെർക്യൂലിസിനെ വെറുത്തിരുന്ന ഹേര ഒരു ആമസോൺ യോദ്ധാവിൻ്റെ വേഷം ധരിച്ച് നഗരത്തിലൂടെ നടന്ന് ഹെർക്യൂലിസ് രാജ്ഞിയെ തട്ടിക്കൊണ്ടുപോകാൻ വന്നതാണെന്ന് അവൾ ആമസോണുകളോട് നുണ പറഞ്ഞു. ഹെർക്യൂലിസും കൂട്ടാളികളും പെട്ടെന്ന് ഒരു വലിയ ആമസോണുകളുടെ സൈന്യത്താൽ വളയപ്പെട്ടു. തുടർന്ന് വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ഹെർക്യൂലിസ് ധീരമായി പോരാടി. തൻ്റെ അവിശ്വസനീയമായ ശക്തി ഉപയോഗിച്ച് തന്നെയും തൻ്റെ യോദ്ധാക്കളെയും പ്രതിരോധിച്ചു. ഒന്നിനു പുറകെ ഒന്നായി അദ്ദേഹം ശക്തരായ ആമസോൺ യോദ്ധാക്കളെ പരാജയപ്പെടുത്തി. എന്നാൽ അവരുടെ എണ്ണം കൂടിക്കൂടി വന്നു. ഹിപ്പോളിറ്റ പോരാട്ടം നിർത്താൻ ശ്രമിച്ചു. പക്ഷേ ആമസോണുകൾ അത് തയ്യാറായില്ല. ഇനി സമാധാനപരമായി അരപ്പട്ട എടുക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ഹെർക്യൂലിസ് രാജ്ഞി ഹിപ്പോളിറ്റയുമായി യുദ്ധം ചെയ്യാൻ നിർബന്ധിതരായി. ഒരു തീവ്രമായ പോരാട്ടത്തിന് ശേഷം ഹെർക്യൂലിസ് രാജ്ഞിയെ പരാജയപ്പെടുത്തി അരപ്പട്ടയെടുത്ത് തൻ്റെ കപ്പലിലേക്ക് ഓടിപ്പോയി. തൻ്റെ സംഘത്തിന് പരിക്കേറ്റെങ്കിലും വിജയികളായതോടെ അദ്ദേഹം ഗ്രീസിലേക്ക് കപ്പൽ കയറി. ദീർഘവും ദുഷ്കരവുമായ യാത്രയ്ക്ക് ശേഷം ഹെർക്യൂലിസ് മെസീനയിലെത്തി ആ അരപ്പട്ട യൂറിറ്റസിന് സമ്മാനിച്ചു. യൂറിറ്റസ് ഉടനെ തന്നെ അരപ്പട്ട തൻ്റെ മകൾ അഡ്മേറ്റിന് നൽകി. ഇതോടെ ഹെർക്യൂലിസിൻ്റെ 9ാമത്തെ ദൗത്യവും പൂർത്തിയായി. ഹിപ്പോളിറ്റയുടെ അരപ്പട്ട വിജയകരമായി വീണ്ടെടുത്ത ശേഷം യൂറിറ്റസ് ഹെർക്യൂലിസിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ജോലി നൽകി. ലോകത്തിൻ്റെ അറ്റത്തേക്ക് യാത്ര ചെയ്ത് ഗേറോണിലെ കന്നുകാലികളെ തിരികെ കൊണ്ടുവരിക എന്നതായിരുന്നു ആ ദൗത്യം. ഈ ദൗത്യം ഹെർക്യൂലിസിനെ ലോകത്തിൻ്റെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്തുള്ള കഠിനമായ ഭൂപ്രദേശത്ത് കൊണ്ട് എത്തിക്കും. അവിടെ അയാൾക്ക് 3 ശരീരമുള്ള ഒരു ഭീമനെയും 2 തലയുള്ള ഒരു മാരക നായയെയും നേരിടേണ്ടി വരും. ഗെയ്റോണിലെ കന്നുകാലികൾ അതിമനോഹരവും ചുവന്ന തൊലിയുള്ളതുമായ കന്നുകാലികളുടെ ഒരു കൂട്ടമായിരുന്നു. അവ അസാധാരണമായ സൗന്ദര്യത്തിനും ശക്തിക്കും പേരുകേട്ടവയായിരുന്നു. ലോകത്തിൻ്റെ അങ്ങേയറ്റത്തെ പടിഞ്ഞാറനറ്റത്ത് ഇന്നത്തെ സ്പെയിനടുത്ത് സ്ഥിതി ചെയ്തിരുന്ന ഇത്തീറിയ ദ്വീപ് ഭരിച്ചിരുന്ന ഒരു ഭീമാകാരനായ ഗെറിയോണിൻ്റെ ആയിരുന്നു ഈ കന്നുകാലികൾ. ഗെറിയോൺ ഒരു സാധാരണ ഭീമനായിരുന്നില്ല. അയാൾക്ക് 3 ശരീരവും 3 തലകളും 6 കൈകളും ഉണ്ടായിരുന്നു. അയാൾ അവിശ്വസനീയമാംവിധം ശക്തനായിരുന്നു. ഒരേ സമയം 3 സെറ്റ് ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നു. പാതാള ലോകത്തിലെ 3 തലയുള്ള കാവൽനായയായ സെർബസിൻ്റെ സഹോദരനായിരുന്നു ഓർത്തറസ്. ഏതൊരു നുഴഞ്ഞുകയറ്റക്കാരനെയും കൊല്ലാൻ പരിശീലനം ലഭിച്ചിരുന്ന ക്രൂരനായ ഒരു നായയായിരുന്നു അത്. ഓർത്തറസിനൊപ്പം കന്നുകാലികളെ കാക്കാൻ യൂറിഷൻ എന്ന ഭീമനിടയനും ഉണ്ടായിരുന്നു. ഹെർക്യൂലിസിന് ഈ ശക്തരായ ജീവികളെ പരാജയപ്പെടുത്തി കന്നുകാലികളെ മെസീനയിലേക്ക് കൊണ്ടുവരേണ്ടി വന്നു. എർത്തിയയിലേക്കുള്ള യാത്രയായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ ദൗത്യങ്ങളിലും വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയതും കഠിനമേറിയതും. ലിബിയയിലെ ചുട്ടുപൊള്ളുന്ന മരുഭൂമി ഹെർക്യൂലിസിന് മുറിച്ച് കടക്കേണ്ടി വന്നു. ഒരു ഘട്ടത്തിൽ കഠിനമായ ചൂട് സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഹീലിയോസിന് നേരെ ഒരു അമ്പ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ധൈര്യത്തിൽ ആകർഷണനായ ഹീലിയോസ് ഹെർക്യൂലിസിന് ഒരു സ്വർണ്ണക്കപ്പ് സമ്മാനിച്ചു. ഈ സ്വർണ്ണക്കപ്പാണ് പിന്നീട് ഹെർക്യൂലിസ് കടൽ കടക്കാൻ തോണിയായി ഉപയോഗിച്ചത്. ഹെർക്യൂലിസ് പടിഞ്ഞാറോട്ട് യാത്ര ചെയ്ത ശേഷം അദ്ദേഹം മെഡിറ്ററേനിയൻ കടലിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനുമിടയിൽ ഒരു തടസ്സമായി നിലകൊള്ളുന്ന വലിയ പർവ്വതത്തിൻ്റെ അടുത്തെത്തി. ഈ പർവ്വതം വലുതാണെങ്കിലും മുമ്പ് ആരും അത് കടന്നിട്ടില്ലെന്നും പറയപ്പെടുന്നു. എന്നാലും ഗെറിയോണിൻ്റെയും കന്നുകാലികളുടെ നാടായ എർത്തിയസിലെത്താൻ ഹെർക്യൂലിസിന് അതിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ഈ വലിയ കൊടുമുടി കയറുന്നതിന് പകരം ഹെർക്യൂലിസ് തൻ്റെ അപാരമായ ശക്തി ഉപയോഗിച്ച് പർവ്വതത്തെ 2ആയി പിളർക്കാൻ തീരുമാനിച്ചു. തൻ്റെ ദൈവതുല്യമായ ശക്തി ഉപയോഗിച്ച് ഹെർക്യൂലിസ് പർവ്വതത്തെ 2ആയി പിളർന്ന് മെഡിറ്ററേനിയൻ കടലിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനുമിടയിൽ ഒരു വഴി സൃഷ്ടിച്ചു. അത് പടിഞ്ഞാറോട്ട് എർത്തിയസിലേക്കുള്ള യാത്ര തുടരാൻ അദ്ദേഹത്തെ അനുവദിച്ചു. ഒടുവിൽ എർത്തിയസിലെത്തിയ ഹെർക്യൂലിസ് ചുവന്ന കന്നുകാലികൾ ഒരിടത്ത് മേയുന്നത് കണ്ടു. എന്നിരുന്നാലും അവയെ മോഷ്ടിക്കുന്നതിന് മുമ്പ് ഹെർക്യൂലിസിന് അവയുടെ കാവൽക്കാരെ നേരിടേണ്ടി വന്നു. 2 തലയുള്ള ക്രൂരനായ നായ ഓർത്തസ് ഹെർക്യൂലിസിന് നേരെ പാഞ്ഞു. തൻ്റെ ഗദയുടെ ശക്തമായൊരു വീശലിലൂടെ ഹെർക്യൂലിസ് ആ മൃഗത്തെ തകർത്ത് കളഞ്ഞു. ഇത് കണ്ട ഭീമനായ ഇടയൻ യൂറിഷൻ കന്നുകാലികളെ സംരക്ഷിക്കാനെത്തി. ഹെർക്യൂലിസ് അവനെയും വെട്ടിവീഴ്ത്തി. കോലാഹലം കേട്ട് വെങ്കല കവചം ധരിച്ച 3 പരിചകളും 3 കുന്തങ്ങളും വഹിച്ചുകൊണ്ട് ഗെറിയോൺ പാഞ്ഞെത്തി. ഗെറിയോൺ ഒരേ സമയം 3 വശങ്ങളിൽ നിന്ന് ആക്രമിച്ചു. ഹെർക്യൂലിസ് 3 ശരീരങ്ങളെയും ഒരേ സമയം നേരിടാൻ നിർബന്ധിതരായി. നീണ്ട പോരാട്ടത്തിനൊടുവിൽ ഹെർക്യൂലിസ് ഹൈഡ്രയുടെ മാരകമായ വിഷത്തിൽ മുക്കിയ അമ്പ് ഗെറിയോണിൻ്റെ നെറ്റിയിലേക്ക് നേരെ ചെയ്തു. വിഷം അവൻ്റെ ശരീരത്തിലൂടെ പടർന്നു. ആ ഭീകരൻ അവിടെ മരിച്ചു വീണു. ഗെറിയോൺ മരിച്ചതോടെ കന്നുകാലികൾക്ക് സംരക്ഷണം നഷ്ടപ്പെട്ടു. ഹെർക്യൂലിസ് കന്നുകാലികളെയും കൊണ്ട് തിരിച്ച് യാത്ര ആരംഭിച്ചു. എന്നിരുന്നാലും അവൻ്റെ കഷ്ടപ്പാടുകൾ അവസാനിച്ചിരുന്നില്ല. ഹെർക്യൂലിസിനെ വെറുത്തിരുന്ന ഹേര
കന്നുകാലികളെ ആക്രമിക്കാൻ ഒരു കൂട്ടം ഈച്ചകളെ അയച്ചു. ഈച്ചകൾ മൃഗങ്ങളെ കടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തതോടെ കന്നുകാലികൾ പല വഴിക്ക് ചിതറിയോടി. പിന്നെ ഹെർക്കുലീസിന് അവയെ കണ്ടെത്താൻ മാസങ്ങൾ വേണ്ടി വന്നു. ശേഷം യാത്രയ്ക്കിടെ ഹെർക്കുലീസ് കാക്കസ് എന്ന ഭീമനെ കണ്ടെത്തി. അയാൾ ചില കന്നുകാലികളെ മോഷ്ടിച്ച് തൻ്റെ ഗുഹയിൽ ഒളിപ്പിച്ചു. ഹെർക്കുലീസ് കാക്കസിനെ യുദ്ധം ചെയ്ത് കൊന്നു. മോഷ്ടിച്ച കന്നുകാലികളെ തിരികെ പിടിച്ചു. നിരവധി വെല്ലുവിളികൾക്ക് ശേഷം ഹെർക്കുലീസ് ഒടുവിൽ മെസീനയിലെത്തി കന്നുകാലികളെ യൂറിറ്റസ് രാജാവിന് സമ്മാനിച്ചു. എന്നാലും അവയെ സൂക്ഷിക്കുന്നതിന് പകരം യൂറിറ്റസ് കന്നുകാലികളെ തൻ്റെ പ്രിയ ദേവതയായ ഹൈറയ്ക്ക് ബലിയർപ്പിച്ചു. നിരവധി അപകടങ്ങളും യുദ്ധങ്ങളും നീണ്ട കഷ്ടപ്പാടുകളും നേരിട്ടെങ്കിലും ഹെർക്കുലീസിന് തൻ്റെ എല്ലാ ദൗത്യങ്ങളും വിജയകരമായി പൂർത്തിയാക്കി. അങ്ങനെ ഈ ദൗത്യത്തോടെ താൻ സ്വതന്ത്രനായി എന്ന് ഹെർക്കുലീസ് വിശ്വസിച്ചു. പക്ഷേ യൂറിറ്റസ് രാജാവ് ഹെർക്കുലീസിന് 2 ദൗത്യങ്ങൾ അംഗീകരിച്ചിരുന്നില്ല. ഓജിയോൻ തൊഴുത്ത് വൃത്തിയാക്കിയത് നദികൾ ഉപയോഗിച്ചാണെന്നും ഹൈഡ്രയെ കൊല്ലാൻ മറ്റൊരാളെ സഹായം തേടിയെന്നും പറഞ്ഞ് ഈ 2 ദൗത്യങ്ങളും രാജാവ് അംഗീകരിച്ചില്ല. ഈ കാരണത്താൽ ഹെർക്കുലീസ് 2 അധിക ദൗത്യങ്ങൾ പൂർത്തിയാക്കാൻ നിർബന്ധിതരായി. തൻ്റെ 11ാമത്തെ ദൗത്യത്തിനായി അമർത്യത നൽകുന്ന ദിവ്യഫലങ്ങളായ ഹെസ്പറൈഡുകളുടെ സ്വർണ്ണാപ്പിൾ വീണ്ടെടുക്കാൻ യൂറിറ്റസ് ഹെർക്കുലീസിനോട് ആവശ്യപ്പെട്ടു. ലോകത്തിൻ്റെ അറ്റത്തുള്ള പുണ്യ പൂന്തോട്ടത്തിലാണ് സ്വർണ്ണ ആപ്പിൾ വളരുന്നത്. അത് ദേവന്മാരുടെ രാജ്ഞിയായ ഹേറയുടേതായിരുന്നു. ഭൂമിദേവതയായ ഗയ ഹേറ സിയൂസിനെ വിവാഹം കഴിച്ചപ്പോൾ അവർക്ക് നൽകിയ വിവാഹ സമ്മാനമായിരുന്നു ആ ആപ്പിൾ. അവളത് പടിഞ്ഞാറുള്ള മനോഹരമായ പർദീസയായ ഹെസ്പറൈഡുകളുടെ പൂന്തോട്ടത്തിൽ ഒളിപ്പിച്ചു. ആകാശം ഉയർത്തിപ്പിടിക്കാൻ വിധിക്കപ്പെട്ട ടൈറ്റനായ അഡസിൻ്റെ പുത്രിമാരായ ഹെസ്പറൈഡുകൾ ആ പൂന്തോട്ടത്തിന് കാവൽ നിന്നു. ആരും ആപ്പിൾ മോഷ്ടിക്കുന്നത് തടയാൻ ഹെറ ലാഡോൺ എന്ന ഭീമാകാരമായ 100 തലയുള്ള വ്യാളിയെ പൂന്തോട്ടത്തിൽ നിർത്തി. ആരും ആപ്പിൾ മോഷ്ടിക്കുന്നത് തടയാൻ ഹെറ ലാഡോൺ എന്ന ഭീമാകാരനായ 100 തലയുള്ള വ്യാളിയെ പൂന്തോട്ടത്തിൽ നിർത്തി. ലാഡോൺ ഒരിക്കലും ഉറങ്ങിയില്ല. ആ വിശുദ്ധ ആപ്പിളുകളെ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. തൻ്റെ ദൗത്യം പൂർത്തിയാക്കാൻ ഹെർക്കുലീസിന് ഹെസ്പറൈഡുകളുടെ പൂന്തോട്ടം കണ്ടെത്തണമായിരുന്നു. ലാഡോണിനെ പരാജയപ്പെടുത്തി ആപ്പിൾ മോഷ്ടിക്കണമായിരുന്നു. എന്നാൽ ആ പൂന്തോട്ടം എവിടെയാണെന്ന് ഒരു മനുഷ്യനും അറിയില്ലായിരുന്നു. അങ്ങനെ അത് കണ്ടെത്താൻ ഹെർക്കുലീസിന് ലോകമെമ്പാടും ഒരു ഇതിഹാസ യാത്ര നടത്തേണ്ടി വന്നു. പൂന്തോട്ടം എവിടെയാണെന്ന് ആർക്കും അറിയാത്തതിനാൽ ഹെർക്കുലീസ് ലോകമെമ്പാടും സഞ്ചരിച്ച് ശക്തരായ ജീവികളിൽ നിന്ന് പൂന്തോട്ടത്തെപ്പറ്റി അറിയാൻ ശ്രമിച്ചു. ഇതിനായി ഹെർക്കുലീസ് ആദ്യം ലോകത്തിലെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ഒരു പുരാതന കടൽദേവനായ നെറിയസിനെ സമീപിച്ചു. എന്നാൽ നെറിയസ് ഒരു രൂപമാറ്റക്കാരനായിരുന്നു. ഹെർക്കുലീസ് ചോദ്യം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ നെറിയസ് ഒരു സിംഹമായും പാമ്പായും രക്ഷപ്പെടാൻ വെള്ളമായും മാറി. ഒടുവിൽ തൻ്റെ മാന്ത്രിക വിദ്യകളൊന്നും ഹെർക്കുലീസിന് മുന്നിൽ നടക്കില്ലെന്ന് മനസ്സിലാക്കിയ നെറിയസ് പൂന്തോട്ടം എവിടെയാണെന്ന് ഹെർക്കുലീസിനോട് പറഞ്ഞു. തോട്ടത്തിലേക്കുള്ള യാത്രാമധ്യേ വിദേശികളെ ദേവന്മാർക്ക് ബലിയർപ്പിച്ചിരുന്ന ഈജിപ്ഷ്യൻ രാജാവായ സുബിരിയസ് ഹെർക്കുലീസിനെ പിടികൂടി. എന്നാൽ ഹെർക്കുലീസ് സ്വതന്ത്രനായി. ബുരിയസിനെ കൊന്ന് ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഹെർക്കുലീസ് ലിബിയയിലൂടെ സഞ്ചരിക്കുമ്പോൾ പൊസിഡോണിൻ്റെയും ഭൂമിദേവത ഗയയുടെയും മകനായ ഭീമനായ ആൻഡ്രയോസ് അദ്ദേഹത്തെ വെല്ലുവിളിച്ചു. ആൻഡ്രയോസ് ഭൂമിയിൽ സ്പർശിക്കുന്നിടത്തോളം കാലം അജയ്യനായിരുന്നു. കാരണം അവൻ്റെ അമ്മ ഗയ അവൻ്റെ മുറിവുകൾ നിരന്തരമായി സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഹെർക്കുലീസ് ആൻഡ്രയോസിനെ നിലത്തേക്ക് എറിയുമ്പോഴെല്ലാം അവൻ കൂടുതൽ ശക്തനായിക്കൊണ്ടിരുന്നു. ആൻഡ്രയോസിൻ്റെ ശക്തിക്ക് പിന്നിലെ രഹസ്യം മനസ്സിലാക്കിയ ഹെർക്കുലീസ് ആ ഭീമനെ വായുവിലേക്ക് ഉയർത്തി ഭൂമിയുമായുള്ള ബന്ധം വിച്ഛേദിച്ചു. തുടർന്ന് ശക്തി നഷ്ടപ്പെട്ട ആൻഡ്രയോസിനെ ഹെർക്കുലീസ് എളുപ്പത്തിൽ പരാജയപ്പെടുത്തി. അങ്ങനെ നിരവധി പരീക്ഷണങ്ങൾക്ക് ശേഷം ഹെർക്കുലീസ് ഒടുവിൽ ടൈറ്റൻസിൻ്റെ നാട്ടിലെത്തി. അവിടെ ആകാശം ഉയർത്തിപ്പിടിക്കാൻ വിധിക്കപ്പെട്ട ശക്തനായ ടൈറ്റൻ അറ്റ്ലസിനെ അദ്ദേഹം കണ്ടെത്തി. ഹെസ്പറൈഡുകളുടെ പിതാവായിരുന്ന അറ്റ്ലസിന് പൂന്തോട്ടം എവിടെയാണെന്ന് കൃത്യമായി അറിയാമായിരുന്നു. ഹെർക്കുലീസ് അദ്ദേഹവുമായി ഒരു കരാറുണ്ടാക്കി. കരാറനുസരിച്ച് അറ്റ്ലസ് ഹെർക്കുലീസിനായി ആപ്പിൾ വീണ്ടെടുക്കും. പകരമായി ഹെർക്കുലീസ് തൽക്കാലത്തേക്ക് ആകാശത്തിൻ്റെ ഭാരം ചുമക്കണം. തൻ്റെ ശിക്ഷയിൽ നിന്ന് കുറച്ചു നേരത്തേക്കെങ്കിലും മോചനം ലഭിച്ചതിൽ അറ്റ്ലസ് സന്തോഷിച്ചു. അദ്ദേഹം പൂന്തോട്ടത്തിലേക്ക് യാത്ര തിരിച്ചു. ഡ്രാഗൺ ലാഗോഡിനെ പരാജയപ്പെടുത്തി സ്വർണ്ണ ആപ്പിളുകളുമായി തിരിച്ചെത്തി. ആപ്പിളുമായി തിരികെ വന്ന അറ്റ്ലസ് ആകാശം ഹെർക്കുലീസിൽ നിന്ന് തിരികെ മേടിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. ഹെർക്കുലീസിനെ എന്നേക്കുമായി ഇവിടെ കൊടുക്കാനും അദ്ദേഹം പദ്ധതിയിട്ടു. എന്നാൽ ഹെർക്കുലീസ് രക്ഷപ്പെടാൻ ഒരു വഴി കണ്ടെത്തി. ഹെർക്കുലീസ് സമ്മതിക്കുന്നതായി നടിച്ചു. പക്ഷേ അറ്റ്ലസിനോട് ഒരു സഹായം ചോദിച്ചു. എൻ്റെ വസ്ത്രം നേരെയാക്കുന്നത് വരെ ആകാശം കുറച്ചു നേരത്തേക്ക് പിടിക്കാമോ? അറ്റ്ലസ് ഒന്നും ചിന്തിക്കാതെ ആകാശം ഹെർക്കുലീസിൽ നിന്ന് തിരികെ വാങ്ങി.
അറ്റ്ലസ് ആകാശം തിരികെ വാങ്ങിയ ഉടനെ ഹെർക്കുലീസ് ആപ്പിളുമായി അവിടുന്ന് രക്ഷപ്പെട്ടു. ആപ്പിളുമായി ഹെർക്കുലീസ് മെസ്സീനയിലേക്ക് മടങ്ങി. അദ്ദേഹം അവ യൂറിറ്റസ് രാജാവിന് സമ്മാനിച്ചു. എന്നാൽ ആപ്പിൾ ദേവന്മാരുടേതായതിനാൽ യൂറിറ്റസ് അവ കൈവശം വയ്ക്കാൻ കഴിഞ്ഞില്ല. ജ്ഞാനത്തിൻ്റെ ദേവതയായ അഥീന ആപ്പിൾ ഒളിമ്പസ് പർവ്വതത്തിലേക്ക് തിരികെ കൊണ്ടുപോയി അവയുടെ യഥാർത്ഥ സ്ഥലത്തേക്ക് തിരികെ നൽകി. മുൻ 11 ദൗത്യങ്ങൾ പൂർത്തിയാക്കിയ ശേഷം യൂറിറ്റസ് രാജാവ് ഹെർക്കുലീസിന് അവസാന വെല്ലുവിളി നൽകി. 3 തലയുള്ള സർബറസ് എന്ന ഭീമാകാരനായ നായയെ അധോലോകത്തിൽ നിന്ന് ജീവനോടെ കൊണ്ടുവരിക. 1 തലകൾ, സർപ്പത്തെ പോലെയുള്ള വാൾ, അധോലോകത്തെ സമീപിക്കാൻ ധൈര്യപ്പെടുന്ന ആരെയും കീഴടക്കാൻ കഴിവ് എന്നിവയ്ക്ക് പേരുകേട്ട ഒരു ഭയാനക ജീവിയായിരുന്നു സർബറസ്. ഈ ദൗത്യം പൂർത്തിയാക്കാൻ ആദ്യം ഹെർക്കുലീസ് അധോലോകത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വഴി കണ്ടെത്തേണ്ടി വന്നു. കാരണം അത് ഒരു മനുഷ്യനും എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയാത്ത ഒരു മേഖലയായിരുന്നു. അങ്ങോട്ടേക്കുള്ള യാത്രയ്ക്കായി അധോലോകത്തിൻ്റെ ദൂതനും വഴികാട്ടിയുമായ ഹെർമിസ് ദേവൻ്റെയും യുദ്ധദേവതയായ അഥീനയുടെയും സഹായം അദ്ദേഹം തേടി. ഹെർക്കുലീസ് അധോലോകത്തിൻ്റെ കവാടങ്ങളിലേക്ക് പോയി. അവിടെ സൈറ്റക്സ് നദിയുടെ കുറുകെ മരിച്ചവരുടെ ആത്മാവിനെ അധോലോകത്തിലേക്ക് എത്തിക്കുന്ന കടത്തുവള്ളക്കാരനായ ശക്തനായ ചാരോൺ അദ്ദേഹത്തെ സ്വീകരിച്ചു. അധോലോകത്തിൽ ഹെർക്കുലീസിന് ആത്മാക്കളും രാക്ഷസന്മാരും നിറഞ്ഞ ദുഷ്കരമായ പ്രദേശത്തൂടെ സഞ്ചരിക്കേണ്ടി വന്നു. വഴിയിൽ അധോലോകത്തിൽ കുടുങ്ങിയ തീസിയസ് പോലുള്ള പുരാണ ലോകത്തിൽ നിന്നുള്ള വിവിധ വ്യക്തികളെ അദ്ദേഹം കണ്ടെത്തി. സർബസിനെ കണ്ടെത്താനുള്ള അന്വേഷണം തുടരുന്നതിന് മുമ്പ് ഹെർക്കുലീസ് തീസിയസിനെ മോചിപ്പിച്ചു. ശേഷം സർബസ് താമസിച്ചിരുന്ന അധോലോകത്തിൻ്റെ ഏറ്റവും ആഴമേറിയ ഭാഗത്തേക്ക് അദ്ദേഹം യാത്ര തിരിച്ചു. എന്നാൽ യാത്രക്കിടയിൽ അധോലോകത്തിൻ്റെ രാജാവായ ഹേഡീസ് ഹെർക്കുലീസിനെ തടഞ്ഞു. ഹെർക്കുലീസ് തൻ്റെ ദൗത്യങ്ങളെപ്പറ്റി ഹേഡീസിനോട് പറഞ്ഞു. അദ്ദേഹത്തിനോട് സർബസിനെ പിടികൂടാൻ അനുമതി ചോദിച്ചു. ഹേഡീസ് സമ്മതിച്ചെങ്കിലും ചില നിബന്ധനകൾ അദ്ദേഹം മുന്നോട്ട് വെച്ചു. ആയുധമൊന്നും ഉപയോഗിക്കാതെ ഹെർക്കുലീസ് തൻ്റെ ശക്തിയും വൈദഗ്ധ്യവും ഉപയോഗിച്ച് മാത്രമേ സർബസിനെ പിടികൂടാനാവൂ. ഇതിൽ വിജയിച്ചാൽ സർബസിനെ ഉപരിതലത്തിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് അനുവാദമുണ്ടായിരുന്നു. ഹെർക്കുലീസ് അധോലോകത്തിലേക്ക് കടന്നു. അവിടെ അദ്ദേഹം സർബസ് എന്ന ഭയാനകവും ശക്തനുമായ നായയെ കണ്ടെത്തി. അത് ഭയങ്കരമായ മുരൾച്ചയും വിഷമുള്ള കടിക്കും പേരുകേട്ടതായിരുന്നു. സർബസിൻ്റെ ഓരോ തലയും ശക്തമായ ആക്രമണത്തിന് കെൽപ്പുള്ളവയായിരുന്നു. ഹേഡിസിൻ്റെ വ്യവസ്ഥയനുസരിച്ച് തൻ്റെ അപാര ശക്തി ഉപയോഗിച്ച് ഹെർക്കുലീസ് സർബസിനെ പരാജയപ്പെടുത്തി. ശേഷം അതിനെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് മനുഷ്യരുടെ ലോകത്തേക്ക് യാത്രയായി. വഴിയിൽ ഹെർക്കുലീസിന് നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. എന്നാൽ ഇതെല്ലാം തരണം ചെയ്ത് അദ്ദേഹം മനുഷ്യരുടെ ലോകത്തേക്ക് തിരിച്ചെത്തി. ഒടുവിൽ അദ്ദേഹം സർബസിനെ യൂറിറ്റസ് രാജാവിന് സമ്മാനിച്ചു. പക്ഷേ ആ ഭയാനകമായ ജീവിയെ കണ്ട് പരിഭ്രാന്തനായ യൂറിറ്റസ് സർബസിനെ ഉടൻ തന്നെ അധോലോകത്തിലേക്ക് തിരികെ കൊണ്ടുപോകാൻ ഹെർക്കുലീസിനോട് അപേക്ഷിച്ചു. സർബസിനെ അധോലോകത്തിലേക്ക് തിരിച്ചു കൊണ്ടാക്കിയതോടെ ഹെർക്കുലീസ് തൻ്റെ മേൽ ചുമതലപ്പെടുത്തിയ ശിക്ഷയിൽ നിന്ന് മോചിതനായി. ശിക്ഷകൾ പൂർത്തിയാക്കിയ ശേഷം ഹെർക്കുലീസ് യൂറിറ്റസ് രാജാവും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായി. ഒടുവിൽ ഒരു ഏറ്റുമുട്ടലിൽ ഹെർക്കുലീസ് യൂറിറ്റസിനെ വധിച്ചു. ഇത് മെസ്സീനയിലെ സ്വച്ഛാധിപതി ഭരണം അവസാനിപ്പിക്കുകയും ഒരു പൊതുയുഗത്തിന് വഴിയൊരുക്കുകയും ചെയ്തു. ശിക്ഷ പൂർത്തിയാക്കിയ ശേഷം ഹെർക്കുലീസ് കാലിഡോണിലെയും ആൽത്തിയിലെയും രാജാവായ ഒനീസിൻ്റെ മകളായ ഡിയാനേരയെ വിവാഹം കഴിച്ചു. നിരവധി പ്രമുഖരുടെ വിവാഹാലോചനകൾ ഡിയാനേരയെ തേടിയിരുന്നു. എന്നാൽ 12 അസാധ്യമായ ദൗത്യങ്ങൾ പൂർത്തിയാക്കിയതോടെ ഹെർക്കുലീസ് അവരിൽ പ്രമുഖനായി. ആ സമയത്ത് ഒനിയസ് രാജാവ് നദീദേവനായ അച്ചിലസിന് ഡിയാനേരയെ വിവാഹം ചെയ്തു നൽകാമെന്ന് വാക്ക് നൽകിയിരുന്നു. നദീദേവനായ അച്ചിലസ് ഡിയാനേരയെ ആഗ്രഹിച്ച ശക്തനായ ഒരു വ്യക്തിയായിരുന്നു. ഐതിഹ്യമനുസരിച്ച് അച്ചിലസും ഹെർക്കുലീസും ഡിയാനേരയുടെ സ്നേഹത്തിനായി ഒരു മത്സരത്തിൽ ഏർപ്പെട്ടു. മത്സരത്തിനിടെ ഹെർക്കുലീസിനെ പരാജയപ്പെടുത്താനുള്ള ശ്രമത്തിൽ അച്ചിലസ് ഒരു സർപ്പവും കാളയും ഉൾപ്പെടെ വിവിധ രൂപങ്ങളിൽ സ്വയം രൂപാന്തരപ്പെട്ടു. എന്നാൽ അവസാനം ഹെർക്കുലീസിൻ്റെ ശക്തിക്ക് മുന്നിൽ അച്ചിലസിന് കീഴടങ്ങേണ്ടി വന്നു. വിവാഹത്തിന് ശേഷം ഹെർക്കുലീസും ഡിയാനേരയും പുതിയ വീട്ടിലേക്ക് യാത്രയാവുകയും ചെയ്തു. യാത്രക്കിടയിൽ അവർ നെസസി എന്ന സെൻട്രോസിനെ കണ്ടുമുട്ടി. ഹെർക്കുലീസും ഡിയാനേരയും ഇവനസ് നദി എത്തിയപ്പോൾ അവർക്ക് അത് മുറിച്ചു കടക്കേണ്ടി വന്നു. അവസരവാദിയായ നെസസ് ഡിയാനേരയെ നദി മുറിച്ചു കടക്കാൻ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. പക്ഷേ അവർ പകുതി ദൂരം കടന്നപ്പോൾ അയാൾ അവളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഇത് കണ്ട ഹെർക്കുലീസ് ഹൈഡ്രയുടെ വിഷം പുരട്ടിയ അമ്പുകളിൽ ഒന്ന് നെസസിന് നേരെ എയ്തു. മാരകമായ മുറിവേറ്റ നെസസ് മരിക്കുന്നതിന് മുമ്പായി ഹെർക്കുലീസിൻ്റെ അമ്പിലെ വിഷവുമായി കലർന്ന തൻ്റെ രക്തം ഒരു മാന്ത്രിക മരുന്നാണെന്നും അത് ഹെർക്കുലീസിന് നേരെ ഉപയോഗിച്ചാൽ അവൻ നിന്നെ എന്നേക്കുമായി സ്നേഹിക്കുമെന്ന് ഡിയാനേരയോട് പറഞ്ഞു.
ഈ ഉപദേശം നൽകിയതിന് തൊട്ടു പിന്നാലെ നെസസ് മരിച്ചു. ഹെർക്യൂലിസിൻ്റെ സ്നേഹം ഈ രക്തം ഉറപ്പാക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവൾ സെൻട്രോറിൻ്റെ രക്തം എടുത്ത് സൂക്ഷിച്ചു. കുറച്ചു കാലം കഴിഞ്ഞ് ഹെർക്യൂലിസ് ഓച്ചാലയിലെ രാജാവായ യൂറിറ്റസിൻ്റെ മകളായ ഇയോളയുമായി ഒരു ബന്ധമുണ്ടായി. അത് ഡിയാനിറയെ വല്ലാതെ വേദനിപ്പിച്ചു. ഹെർക്യൂലിസ് തന്നെ ഉപേക്ഷിച്ച് പോകുമെന്ന് ഭയന്ന ഡിയാനിറ നെസസ് നൽകിയ മാന്ത്രിക മരുന്ന് ഉപയോഗിച്ച് ഹെർക്യൂലിസിൻ്റെ സ്നേഹം വീണ്ടെടുക്കാൻ തീരുമാനിച്ചു. ഹൈഡ്രയുടെ വിഷം കലർന്ന നെസസിൻ്റെ രക്തം അവൻ്റെ മാംസത്തിൽ ഇരിക്കാൻ തുടങ്ങി. വിഷം വളരെ ശക്തമായതിനാൽ അത് അവൻ്റെ ചർമ്മത്തെ കറന്നു തിന്നാൻ തുടങ്ങി. അതവനെ മരണത്തിൻ്റെ വക്കിലെത്തിച്ചു. വേരിൽ നിന്ന് മുക്തി നേടാൻ ഹെർക്യൂലിസ് പല മരുന്നുകളും പരീക്ഷിച്ചു. പക്ഷെ ഒന്നും ഫലിച്ചില്ല. ആ വിഷം അവൻ്റെ ശരീരത്തെ കാർന്നു തിന്നുകൊണ്ടിരുന്നു. ഈ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ മരണമില്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് ഹെർക്യൂലിസിന് മനസ്സിലായി. അതിനായി ഓട്ടപ്പർവ്വതത്തിൽ ഒരു ശവസംസ്കാര ചിത പണിയുകയും അതിൽ തൻ്റെ ജീവൻ അവസാനിപ്പിക്കാനും ഹെർക്യൂലിസ് തീരുമാനിച്ചു. ഹെർക്യൂലിസിൻ്റെ അഭ്യർത്ഥന പ്രകാരം അദ്ദേഹത്തിൻ്റെ വിശ്വസ്ത സുഹൃത്ത് ഫിലോക്ടീറ്റസ് ആയിരുന്നു ചിത കത്തിച്ചത്. ഹെർക്യൂലിസിൻ്റെ മരണം ജീവിതത്തിലുടനീളം അദ്ദേഹം സഹിച്ച കഷ്ടപ്പാടുകളുടെ പരിസമാപ്തിയാണ്. പക്ഷേ അതൊരു വഴിത്തിരിവായിരുന്നു. അദ്ദേഹം മരിച്ചപ്പോൾ ദേവന്മാർ അദ്ദേഹത്തോട് സഹതപിച്ചു. അദ്ദേഹത്തിൻ്റെ പിതാവായ സ്യൂസ് ഇടപെട്ട് ഹെർക്യൂലിസിൻ്റെ ആത്മാവിനെ ഒളിമ്പസ് പർവ്വതത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ അദ്ദേഹത്തിന് അമർത്യത ലഭിച്ചു. ഈ പരിവർത്തനം അദ്ദേഹത്തെ മറ്റു ദേവതകൾക്കൊപ്പം ചേരാനും വേദനയിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും മുക്തനായി ജീവിക്കാനും ഒടുവിൽ തൻ്റെ ആജീവനാന്ത ശത്രുവായിരുന്ന ഹെറയുമായി ഐക്യത്തിലാകാനും സഹായിച്ചു.